വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യമില്ല. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി. കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, ഇന്ന് ദിലീപിനെ സംബന്ധിച്ചൊരു നിർണായക ദിവസമായിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെയായിരുന്നു? സോമി, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അല്പസമയം മുമ്പ് സുനിൽ തോമസിന്റെ ബെഞ്ച് ഇപ്പോൾ ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. പ്രധാനമായും ഹൈക്കോടതി വിലയിരുത്തിയത് ഇത് അപൂർവമായ ഒരു കേസാണ്. ഈ കേസിൽ ദിലീപിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്. മാത്രമല്ല, ദിലീപിന് ഇപ്പോൾ ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഈ കേസ് പ്രധാനമായും ഇത് ഒരു സ്ത്രീക്കെതിരായ കുറ്റകൃത്യമാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണെന്നും കോടതി ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ പ്രതിക്ക് എല്ലാവിധ സ്വാധീനവും സംഭവത്തിലുണ്ട്. പ്രതി ഒരു നടനായതുകൊണ്ട് പ്രതി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന്റെ എല്ലാ വാദവും ഹൈക്കോടതി ബെഞ്ച് ശരിവെച്ചുകൊണ്ടാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഇപ്പോഴും ഒളിവിലാണ്. അപ്പുണ്ണി ഈ കേസിലെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിയെ പിടിക്കുന്നവരെ അല്ലെങ്കിൽ അപ്പുണ്ണിയെ പിടിക്കാത്ത സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില പ്രതികളെയും പിടിക്കാനുണ്ട്, മറ്റു ചില സാക്ഷികളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ എല്ലാം സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ എല്ലാ വാദവും ഹൈക്കോടതി അംഗീകരിക്കായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന നിരവധി സാക്ഷികളെ ഇനി സ്വാധീനിക്കുന്നത് മാത്രമല്ല, ഈ കേസ് ഏറ്റവും വലിയ ഒരു ഘടകം എന്നുള്ളത് സ്ത്രീക്കെതിരായ ഒരു കുറ്റകൃത്യമാണ്. പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് ഇതുവരെ ഇന്ത്യൻ നിയമചരിത്രത്തിൽ ആകാത്ത ഒരു ലൈംഗിക അതിക്രമ കൊട്ടേഷനായിരുന്നു ഇത് ആണെന്നായിരുന്നു. മാത്രമല്ല, ഈ കേസിൽ മുഖ്യ സൂത്രധാരൻ ദിലീപാണെന്നും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഈ കേസിൽ ദിലീപിനെതിരെ യാതൊരു തെളിവില്ലെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം ഹൈക്കോടതി തള്ളിക്കളയുകയുണ്ടായി. ദിലീപിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഇനിയും കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സമയം നൽകണമെന്നും ആവശ്യം കോടതി അംഗീകരിച്ചു. മാത്രമല്ല, ഈ കേസിലെ പ്രതി ഒരു നിർണായക ഘടകമാണ്. ഈ കേസിലെ പ്രതി 120B അടക്കമുള്ള ഗുരുതരമായ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ജാമ്യം നൽകാനാവില്ലെന്നും കോടതി വിലയിരുത്തുണ്ടായി. അന്വേഷണ സംഘത്തിന്റെ എല്ലാ അന്വേഷണവും ശരിയായ ദിശയിൽ പോകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള കോടതി നിരീക്ഷണമായിരുന്നു ഇന്ന് ഉണ്ടായത്. എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് ഇന്നൊരു നിർണായക ദിനമായിരുന്നു. ഹംഗമാലി കോടതിയിൽ ഈ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലായിരുന്നു ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതിയും ജാമ്യം തള്ളിയോടെ ദിലീപ് ഇപ്പോൾ ആലുവ സബ് ജയിലിൽ തുടരേണ്ടി വരും. നാളെ ദിലീപിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കെ തുടർന്ന് ദിലീപ് നാളെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കും. ഈ കോടതിയിൽ നാളെ എന്തായാലും ദിലീപിനെ വീണ്ടും റിമാൻഡിലാക്കുന്ന സാഹചര്യമുണ്ടാവും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും ഹൈക്കോടതി ഈ രീതിക്ക് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും അന്വേഷണത്തെ ബാധിക്കുമെന്നും ഇതൊരു അപൂർവ കേസാണെന്നും വിലയിരുത്തിയാണ് ഇപ്പോൾ പ്രധാനമായും ഹൈക്കോടതി ഇപ്പോൾ ദിലീപിന് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. സോമി, സിബി, ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്കമാലി കോടതി ആദ്യം ദിലീപിന് ജാമ്യം നിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും പ്രതി സമൂഹത്തിൽ ഉന്നതനാണെന്നും ഇത്തരത്തിൽ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് വാദിച്ചിരുന്നത്. ഇതേ വാദം തന്നെ ഹൈക്കോടതിയും അംഗീകരിക്കുമ്പോൾ കൂടുതലായി ഇന്നത്തെ വാദത്തിലേക്ക് പ്രോസിക്യൂഷൻ എന്തെങ്കിലും കൂടുതലായി കൊണ്ടുവന്നിട്ടുണ്ടോ വാദഗതിയിൽ? അങ്കമാലി കോടതിയിൽ അന്ന് പ്രോസിക്യൂഷൻ ഉയർത്തിയേക്കാൾ കൂടുതലായ വാദങ്ങൾ പ്രധാനമായും ഒന്ന് ലൈംഗിക അതിക്രമ കൊട്ടേഷൻ, അതായത് ഇന്ത്യൻ ക്രിമിനൽ നിയമചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംഭവമാണ് ഒരു ലൈംഗിക അതിക്രമ കൊട്ടേഷൻ എന്നുള്ളതായിരുന്നു ഈ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ പ്രധാനമായും ഹൈക്കോടതിയിൽ വാദിച്ചത്. രണ്ടാമതായി ഈ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ദിലീപ് തന്നെയാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ ഇവിടെ വാദിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ ഈ 4 പേജടങ്ങുന്ന കേസ് ഡയറിയും ഹൈക്കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ തെളിവുണ്ടെന്ന് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടായും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ തെളിവുകൾ ഉണ്ടെന്നും 19 തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഉണ്ടെന്നാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത്. അതോടൊപ്പം തന്നെ 11 ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, അതായത് ലൈംഗിക അതിക്രമം, കൂട്ടമാനഭംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന അടക്കമുള്ള 11 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയതായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ ബോധ്യപ്പെട്ടു.
ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ജാമ്യാപേക്ഷ റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് കെ രാംകുമാർ ദിലീപിന് വേണ്ടി ഹാജരായ അഭിഭാഷകന് പ്രധാനമായി വാദിച്ചത് ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകൾ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല ക്രിമിനലായ പൾസർ സുനിയെ പോലുള്ള ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിലീപിനെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തെളിവെടുപ്പും പൂർത്തിയായി. ഈ ഒരു സാഹചര്യത്തിൽ എന്തിന് ദിലീപിനെ ഇനിയും ജയിലിൽ അടയ്ക്കണമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും ഈ കേസിൽ അപ്പുണ്ണി അടക്കമുള്ളവർ ഇപ്പോഴും ഒളിവിലാണെന്നും ഇവരെ ഇനിയും പിടികൂടേണ്ടതുണ്ടെന്നും ഈ കേസിൽ ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടോ എന്ന് അറിയില്ല. ഈ ദൃശ്യങ്ങൾ എടുക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഇരയെ വീണ്ടും അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും കൃത്യമായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി പ്രധാനമായും ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിൽ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു അപൂർവമായ കേസാണെന്നും ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി. സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ഒരു വലിയ കുറ്റകൃത്യമാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. കൂടാതെ ഈ ദിലീപിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി. ഇത്രത്തോളം സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷമായിരുന്നു സുനിൽ തോമസിന്റെ ബെഞ്ച് ഇന്ന് ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. സോമി, സിബി ദയവായി തുടരുക. ഇപ്പോൾ സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏതായാലും ദിലീപിന് ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഇനി മറ്റ് പ്രതികളിലേക്കും അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന മറ്റ് ആളുകളിലേക്ക് കൂടി നീങ്ങേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യം കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. ഇതിൽ എന്ത് നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്? കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഹർജിയിൽ ഇന്ന് മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സ്വാഭാവികമായും പോലീസിനോട് നിലപാട് അറിയിക്കാൻ പറഞ്ഞതിന് ശേഷം മാറ്റിവെക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇനി ദിലീപിന് മുന്നിലുള്ള പോംവഴി എന്താണ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദിലീപിന്റെ മുമ്പിൽ രണ്ട് പോംവഴിയാണുള്ളത്. ഒന്ന്, ഇതിന്റെ ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള റിമാൻഡ് പീരീഡ് തീർന്നതിന് ശേഷം ഇതേ കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലോ സെഷൻസ് കോടതിയിലോ ഇതേ കോടതിയിലോ ജാമ്യ ഹർജി വീണ്ടും സമർപ്പിക്കാം. അങ്ങനെ ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. നമ്മൾ പ്രതിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഒന്നില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ ഈ റിമാൻഡ് പീരീഡ് നാളെ തീരുകയാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം 14 ദിവസം പൂർത്തിയായി. നാളെ ഫസ്റ്റ് റിമാൻഡ് പീരീഡ് പൂർത്തിയാവുകയാണ്. സെക്കൻഡ് റിമാൻഡ് പീരീഡിലേക്ക് കടക്കുകയും ചെയ്യും. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പറയുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഫോൺ, മെമ്മറി കാർഡ്, അപ്പുണ്ണി, അങ്ങനെ ചില ഘടകങ്ങളുണ്ട്. ആ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായാൽ അതേ സാഹചര്യം ചൂണ്ടിക്കാട്ടി, അതായത് ജാമ്യം നിഷേധിച്ച സാഹചര്യമല്ല ഇപ്പോഴുള്ളത്, സാഹചര്യം മാറിയിരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഇതേ കോടതിയിൽ വീണ്ടും ദിലീപിന് ജാമ്യ ഹർജി സമർപ്പിക്കാവുന്നതാണ്. അത്തരം ഒരു പരിഗണനയാണ് ഇപ്പോൾ ഉള്ളത്. തൽക്കാലം സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഇത്ര തെളിവുള്ള ഒരു കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഒരു തീരുമാനമോ ജാമ്യമോ ലഭിക്കും എന്ന പ്രതീക്ഷ പ്രോസിക്യൂഷൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയില്ല. ഇവർ ആലോചിക്കുന്നത്, പ്രതിഭാഗവും ദിലീപും ഇപ്പോൾ ആലോചിക്കുന്നത്, ഈ റിമാൻഡ് പീരീഡ് നാളെ പൂർത്തിയാകുന്നു. രണ്ടാമത്തെ റിമാൻഡ് പീരീഡിലേക്ക് കടന്നതിന് ശേഷം ഈ കേസ് അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായി 1-2 ദിവസത്തിന് ശേഷം ഉണ്ടായാൽ ആ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഇതേ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ദിലീപിന്റെ അഭിഭാഷകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കേസ് അന്വേഷണത്തിൽ ഇന്നത്തെ കോടതി വിധി പ്രോസിക്യൂഷനും പോലീസിനും വളരെ ഗുണകരമായ ഒരു സാഹചര്യമാണ്. ഇന്ന് കോടതിയിൽ ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ പ്രോസിക്യൂഷന്റെ വിജയമാണ് എന്ന് തന്നെ പറയാം. പ്രോസിക്യൂഷൻ എണ്ണി തങ്ങളുടെ വാദങ്ങൾ കോടതിക്ക് മുമ്പാകെ നിരത്തിയിരുന്നു. ജാമ്യ ഹർജി വാദത്തിനിടെ ആ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ചില സംശയങ്ങളൊക്കെ കോടതി പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോടതിയിൽ, ഓപ്പൺ കോടതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയ വാദത്തിലും കൂടുതൽ കാര്യങ്ങൾ കേസ് ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ കോടതിയിൽ അത് വാദം നടക്കുന്നത്, വാദത്തിനിടെ അത് പുറത്തു വരുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ തന്ത്രപൂർവമായ സമീപനം സ്വീകരിച്ചു. ഓപ്പൺ കോടതിയിൽ വാദത്തിനിടെ നിർണായക തെളിവുകളൊന്നും ഓപ്പൺ കോടതിയിൽ പോലീസ് ജില്ലാ പ്രോസിക്യൂഷൻ പറഞ്ഞില്ല. മറിച്ച് 4 വോള്യങ്ങളുള്ള
കേസ് ഡയറി ഹാജരാക്കി. അത് ജസ്റ്റിസിന് പരിഗണിക്കാൻ കൊടുത്തു. അദ്ദേഹം അത് കേസ് ഡയറി വിശദമായി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം നിർണായകമായ നിരീക്ഷണങ്ങൾ ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് തന്നെ കോടതി വിലയിരുത്തി. പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്ന കാര്യവും കോടതി മനസ്സിലാക്കി. ദിലീപിന് പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കുന്നതിനും മതിയായ തെളിവുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിക്കുകയാണുണ്ടായത്. ഇനി പോലീസിന് മുന്നിൽ തുടരന്വേഷണത്തിനും കൂടുതൽ അറസ്റ്റിനും ഇത് പച്ചക്കൊടി കാണിക്കലാണ്. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. സാലി തുടരുക. ഇപ്പോൾ വീണ്ടും സിബിയിലേക്ക് കൂടി പോകുന്നു. സിബി, മതിയായ തെളിവുകളില്ലാതെ പ്രധാന പ്രതിയുടെ മൊഴി മാത്രം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ദിലീപിനെതിരെ അറസ്റ്റ് എന്ന തരത്തിലാണ് ജാമ്യാപേക്ഷ നൽകുന്നത്. ഇവരെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നും ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടി ഇന്നിപ്പോൾ ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ ദിലീപിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുകയാണ്. ഇനിയുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുക? ഒപ്പം തന്നെ പ്രധാന ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. മുഖ്യപ്രതി പൾസർ സുനിയും ദിലീപിനെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന കണ്ണി എന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘം അപ്പുണ്ണിയെ നോക്കിക്കാണുന്നതും. ആ ഒരു സാഹചര്യത്തിൽ കൂടി സോമി, പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാം പ്രതി പൾസർ സുനിയിൽ ചുമത്തിരിക്കുന്ന അതേ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദിലീപിനെതിരെ ചുമത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന് ഒരു ജാമ്യം നൽകുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ പൾസർ സുനിക്കും ജാമ്യം നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് മറ്റൊരു സാങ്കേതികമായി നമുക്ക് പറയേണ്ടി വരും. എന്നാൽ നാളെ അങ്കമാലി കോടതിയിൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഹാജരാക്കുമ്പോൾ എന്തായാലും ദിലീപിന്റെ റിമാൻഡ് വീണ്ടും നീട്ടാനുള്ള ഒരു സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ, നീട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി പ്രധാനമായ ഒരു സാക്ഷിയാണ്. ഈ കേസിൽ ഗൂഢാലോചന അപ്പുണ്ണിക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് പറയുന്നില്ല എങ്കിൽ പോലും അതിനുശേഷം ഈ കുറ്റകൃത്യങ്ങൾ മായ്ച്ചു കളയുന്നതിന് വേണ്ടി എല്ലാ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി അപ്പുണ്ണി കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല, ഈ മുഖ്യപ്രതി പൾസർ സുനി അപ്പുണ്ണിയെ നിരവധി തവണ ഫോണിൽ വിളിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഗൂഢാലോചന അപ്പുണ്ണി പങ്കാളിയായിട്ടുണ്ടോ എന്നും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി വീണ്ടും അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചോദ്യം ചെയ്യാൻ തുനിഞ്ഞപ്പോഴാണ് നോട്ടീസ് അയച്ചപ്പോഴായിരുന്നു അപ്പുണ്ണി പ്രധാനമായും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതിനുശേഷം അപ്പുണ്ണി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ 28-നാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും മാറ്റിവെച്ച ശേഷമാണ് ഇപ്പോൾ 28-ാം തീയതി അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എന്തായാലും അപ്പുണ്ണി ഇപ്പോൾ ഒളിവിലാണ്. അപ്പുണ്ണിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ അപ്പുണ്ണി ഈ കേസിലെ പ്രധാന തെളിവാണ്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ കേസിൽ പ്രധാനമായി പറഞ്ഞത് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ താൻ നശിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ തൻ്റെ ജൂനിയറായിരുന്ന രാജു ജോസഫ് ഈ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഒരു കേസിൽ ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ഒരു വലിയ തെളിവാണ്. ഈ ദൃശ്യങ്ങൾ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ വഴി ദിലീപിന് ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ദിലീപിന് ജാമ്യം നൽകുന്നതെന്ന് പ്രധാനമായും ഹൈക്കോടതി വാദിച്ചത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ദാദൃശ അടക്കമുള്ളവർ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 13 മണിക്കൂർ ദിലീപിനൊപ്പം നാദൃശയും ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തപ്പോൾ ഇവർ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും നാദൃശയെ പോലീസിന് ചോദ്യം ചെയ്യേണ്ടി വരും. ഈ ഒരു കേസിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ നാദൃശയെയും വേണ്ടി വന്നാൽ കാവ്യമാധവൻ അടക്കമുള്ളവർ ചോദ്യം ചെയ്യേണ്ടി വരും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാക്കനാട്ടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയും ഇതിൽ പ്രധാനമായ ഒരു കണ്ണിയാണ്. ഇതിനെ ബന്ധിപ്പിക്കുന്ന ഈ സ്ഥാപന ഉടമയായ കാവ്യയെയും ഒരുപക്ഷെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇനിയുള്ള ഘട്ടത്തിൽ പോലീസ് അന്വേഷണം ത്വരിതഗതിയിലാക്കുമെന്നുള്ളത് സംശയമില്ല. ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയ സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ശരിയാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറിൽ ഒരുപക്ഷെ ഇനി വരുന്ന മണിക്കൂറിൽ തന്നെ ഈ നാദൃശ അടക്കമുള്ളവരെ അല്ലെങ്കിൽ അപ്പുണ്ണിയെ അടക്കമുള്ളവരെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കും. തുടങ്ങി അതിനുശേഷം ഇവരെ കൃത്യമായി ചോദ്യം ചെയ്യുകയും ഈ ഗൂഢാലോചനയിൽ തെളിവ് കൃത്യമായി ദിലീപിനെ കൂടാതെ മറ്റാർക്കും പങ്കുണ്ടോ എന്ന കാര്യത്തിലായിരിക്കും പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും ഈ കുറ്റകൃത്യം മറച്ചുവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഇവർ പങ്കാളിയായി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഗൂഢാലോചനയിൽ ദിലീപ് അല്ലാതെ ദിലീപും പൾസർ സുനിയും കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനമായ ഒരു അന്വേഷണത്തിലെ ഘട്ടം. ആ ഘട്ടത്തിലേക്കാണ് ഇനി പോലീസ് പ്രധാനമായി നീളുന്നത്. ഒരു അനുബന്ധ കുറ്റപത്രം ഇനി തയ്യാറാക്കും. ഇപ്പോൾ 11-ാം പ്രതിയാണ് കേസിൽ ദിലീപ്. ഒരു അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ദിലീപ് 2-ാം പ്രതിയായി മാറും. എല്ലാ പഴുതുകളും അടച്ച് ഒരു അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യം. അതിനുള്ള അന്വേഷണ ഘട്ടത്തിലാണ് പോലീസ് നീങ്ങുന്നതും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി സാക്ഷികളെ
ആ 120B എന്ന ആക്ട് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ കേസ് കോടതിയിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ കൃത്യമായ തെളിവുകളും അതോടൊപ്പം തന്നെ സാക്ഷികളും വേണം. ഈ കൂറുമാറാത്ത സാക്ഷികളെ നിർത്തിക്കൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുകയുള്ളൂ. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന 11 വകുപ്പുകളാണ് ദിലീപിനെതിരെയും പൾസർ സുനിക്കെതിരെ ചുമത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ ഘട്ടം ഇനി ഏറ്റവും ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും പ്രമാദമായ കേസ് ഇനിയും നീട്ടിക്കൊണ്ട് പോകരുതെന്ന് DGP അടക്കമുള്ളവർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ അന്വേഷണം ഇനി വരും മണിക്കൂറിൽ ഏറ്റവും നിർണായകമാണ്. ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. അപ്പുണ്ണി അടക്കമുള്ളവരെ അന്വേഷണം ഊർജിതമാക്കുകയും ഇവരെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം വരും. വീണ്ടും ആരെങ്കിലും കസ്റ്റഡിയിൽ വേണമെങ്കിൽ അവരെയും വീണ്ടും എടുക്കും. ഇത്തരത്തിലാണ് ഇനി കേസുകൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു ഇന്ന് ഹൈക്കോടതിയിൽ. ഇന്ന് ജാമ്യം ലഭിക്കും. ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യമില്ല. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു.